വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പുതിയൊരു ബിസിനസ് പ്ലാനുമായിട്ടാണ്. അതായത് നമുക്ക് പ്രോഡക്റ്റ്സ് ഒന്നും ഇല്ലാണ്ട് നമുക്ക് യാതൊരുവിധ എക്സ്ട്രാ പ്രോഡക്ട്സിന് വേണ്ടി മുതൽ മുടക്കില്ലാതെ നമുക്കൊരു ഓൺലൈൻ ബിസിനസ് എങ്ങനെ തുടങ്ങാമെന്നുള്ളൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ എന്താണ് ആ ബിസിനസ് പ്ലാൻ, അതെങ്ങനെ വർക്കൗട്ട് ചെയ്യും, എങ്ങനെ അതിലൂടെ നമ്മൾ ക്യാഷ് ഉണ്ടാക്കും എന്നൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കി അറിയാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഈ ഒരു പ്ലാനിൻ്റെ പേരെന്ന് പറയുന്നത് ഡ്രോപ്പ് ഷിപ്പിംഗ് എന്നാണ്. ഡ്രോപ്പ് ഷിപ്പിംഗ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അത് ഡ്രോപ്പ് ഷിപ്പിംഗ് എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി ഞാനൊരു ഓൺലൈനിൽ പറഞ്ഞുതരാം. ഡ്രോപ്പ് ഷിപ്പിംഗ് എന്ന് പറയുന്നത് നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാവുന്ന തരത്തിലുള്ള സൈറ്റുകളുണ്ട്. അതായത് അലിബാബ, അലി എക്സ്പ്രസ്, ഗിയർ ബെസ്റ്റ്, ബാങ്കുഡ്, അങ്ങനെ ഒരുപാട് നമുക്ക് വിലക്കുറവിൽ സാധനങ്ങൾ കിട്ടുന്ന നല്ല നല്ല സാധനങ്ങൾ കിട്ടുന്ന ഒരുപാട് വെബ്സൈറ്റുകൾ അവൈലബിൾ ആണ്. അപ്പോൾ അതിലൊക്കെ നമ്മുടെ ഇന്ത്യയിലെ വില അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളിലെ വില അപേക്ഷിച്ച് നോക്കുമ്പോൾ തീർത്തും വില കുറവുള്ള സൈറ്റുകളാണ് ഉള്ളത്. സൈറ്റുകളും പ്രോഡക്റ്റ്സും ഒക്കെ തീരെ വിലക്കുറവാണ്. അപ്പോൾ ആ പ്രോഡക്റ്റ്സ് നമ്മൾ വിറ്റഴിക്കുകയാണ്. അതായത് ഡ്രോപ്പ് ഷിപ്പിങ്ങിലൂടെ നമ്മൾ വിറ്റഴിക്കുകയാണ്. അപ്പോൾ എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം ഈ ഒരു പ്രോഡക്റ്റ് ഒരു ഉദാഹരണത്തിന് ഒരു $2 ആണെന്ന് കരുതുക. ഇപ്പോൾ $2 അല്ല, പല വിലയുടെ സാധനങ്ങളുണ്ട്. ഇപ്പോൾ $2 ആണെന്ന് കരുതുക. നമ്മൾ ഈ പ്രോഡക്റ്റിൻ്റെ ഇമേജ്, ഡിസ്ക്രിപ്ഷൻ, ടൈറ്റിലെല്ലാം നമുക്കൊരു വെബ്സൈറ്റ് വേണം സ്വന്തമായിട്ട്. നമുക്ക് ആവശ്യമുള്ള വെബ്സൈറ്റും പിന്നെ നമുക്ക് കുറച്ച് പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പൈസയും മാത്രം മതി. അപ്പോൾ നമ്മൾ നമ്മുടെ ഒരു പ്രോഡക്റ്റ് നമ്മുടെ വെബ്സൈറ്റിൽ കൊണ്ട് നമ്മൾ അതേപടി തന്നെ പേസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ വെബ്സൈറ്റിൽ നമ്മൾ ഒരുപാട് പ്രോഡക്റ്റ്സ് നമ്മൾ പേസ്റ്റ് ചെയ്ത് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വെബ്സൈറ്റ് പ്രൊമോട്ട് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് കുറച്ച് കാശ് അല്ലെങ്കിൽ പൈസ നമുക്ക് ആവശ്യമുണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ ആ പൈസ ഉപയോഗിച്ച് നമ്മൾ ഗൂഗിൾ ആഡ്സ് വഴിയും ഫേസ്ബുക്കിലെ ആഡ്സ് വഴിയൊക്കെ നമ്മൾ പ്രൊമോട്ട് ചെയ്യും. അപ്പോൾ ഒരുപാട് ആളുകളിലേക്ക്, ലോകത്തിൻ്റെ പല മേഖലകളിലുള്ള അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലുള്ള ആൾക്കാർ ഇത് കാണുകയും അവർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ആണെങ്കിൽ, ഇപ്പം നിങ്ങൾക്ക് കാണാൻ നല്ല HD ക്വാളിറ്റിയുള്ള ഇമേജസൊക്കെയാണ് ഇവർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതേപടി കൊണ്ട് പേസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ആഡ്സിലും ഇതേപോലുള്ള ഫോട്ടോസ് തന്നെ വരും. അപ്പോൾ ആ പ്രോഡക്റ്റ് കണ്ടിട്ട് നമ്മുടെ വെളിയിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഇത് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ക്ലിക്ക് ചെയ്ത് വരുന്നത് നമ്മുടെ വെബ്സൈറ്റിലേക്കായിരിക്കും. ഓക്കെ, അപ്പം നമ്മുടെ വെബ്സൈറ്റിലേക്ക് വന്ന് അവർ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ അവർ സാധനം ബുക്ക് ചെയ്യും. അപ്പം പൈസ വരുന്നത് നമ്മുടെ അക്കൗണ്ടിലേക്കായിരിക്കും. ഓക്കെ, അപ്പോൾ അവർ ബുക്ക് ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ ബുക്ക് ചെയ്യുന്ന പോലെ തന്നെയാണ് അവരുടെ അഡ്രസ്സ്, ഫോൺ നമ്പർ, എല്ലാ കാര്യങ്ങളും കൊടുത്ത ശേഷം ആയിരിക്കും അവർ പേയ്മെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ പേയ്മെൻറ്റ് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരികയും നമ്മളത് കളക്ട് ചെയ്തിട്ട്, ഇപ്പം നമുക്ക് നമ്മൾ കണ്ട പ്രോഡക്റ്റ് $2 ആണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള വിലയാണ് നമ്മുടെ വെബ്സൈറ്റിൽ ഇടുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്യുന്നവർ എപ്പോഴും ഒരു 5 ഇരട്ടി 8 ഇരട്ടിയൊക്കെ വിലയ്ക്കാണ് വിൽക്കുന്നത്. അപ്പം നമ്മളൊരു $15 അല്ലെങ്കിൽ $10 ആ പ്രോഡക്റ്റ് വിൽക്കുന്നതെന്ന് കരുതുക നമ്മുടെ വെബ്സൈറ്റിലൂടെ. അപ്പോൾ അവർ ബൈ ചെയ്ത് വാങ്ങിക്കുമ്പോൾ ആ ഒരു $10 നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും. അപ്പോൾ നമ്മളെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ പൈസ കൊണ്ട് നമ്മൾ നമ്മുടെ സൈറ്റുകളിൽ, നമ്മൾ പ്രോഡക്റ്റ് കോപ്പി ചെയ്ത സൈറ്റുകളിൽ പോയിട്ട് അവരുടെ അഡ്രസ്സിലേക്ക് ഓർഡർ ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് ചിലവെന്ന് പറയുന്നത് $2, ബാക്കി $8 നമുക്ക് കിട്ടുകയാണ്. ഓക്കെ, അപ്പോൾ ആ $8 നമ്മുടെ ലാഭം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഡ്രോപ്പ് ഷിപ്പിംഗ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റ്സ് ഇതുപോലെ നമുക്ക് സെലക്ട് ചെയ്ത് നമ്മുടെ വെബ്സൈറ്റിൽ കൊണ്ടുവന്ന് നമ്മുടെ വെബ്സൈറ്റ് പ്രൊമോട്ട് ചെയ്ത് നമുക്ക് ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റും. പെട്ടെന്ന് തന്നെ ഏണിങ്സ് ഉണ്ടാക്കാം. കാരണം ഡയറക്റ്റ് നമ്മുടെ അക്കൗണ്ടിലേക്കാണ് പൈസ വരുന്നത്. നമുക്കതിൽ കുറച്ച് പൈസയ്ക്ക് അത് ബുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഈ ഡ്രോപ്പ് ഷിപ്പിംഗ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ചെയ്തു നോക്കാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ് ഡ്രോപ്പ് ഷിപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഡ്രോപ്പ് ഷിപ്പിങ്ങിൽ വേണ്ട എന്തൊക്കെയാണെന്ന് ഒന്നുകൂടെ പറഞ്ഞുതരാം. നമുക്ക് ഒന്നാമതായിട്ട് വേണ്ടത് വെബ്സൈറ്റാണ്. അപ്പോൾ നമ്മുടെ വെബ്സൈറ്റ് കാണുമ്പോൾ അതിൻ്റെ ലുക്ക് എങ്ങനെ ഇരിക്കുന്നോ അങ്ങനെ ആയിരിക്കും ആൾക്കാർ ട്രസ്റ്റഡ് ആയിട്ട് നമ്മുടെ വെബ്സൈറ്റിലേക്ക് വരുന്നത്. നമുക്ക് ആമസോൺ, ഫ്ലിപ്കാർട്ടൊക്കെ കാണുമ്പോൾ അതിനൊരു ബ്രാൻഡ് ക്വാളിറ്റി ഒക്കെ ഉണ്ട്. അപ്പം ആ വെബ്സൈറ്റിൻ്റെ പോലത്തെ ലേഔട്ട്, അതുപോലത്തെ ഒരു ഇ-കൊമേഴ്സ് ലേഔട്ട് വേണം നമ്മുടെ വെബ്സൈറ്റിന്. ഇപ്പോൾ നമുക്ക് ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കണമെങ്കിൽ ഏകദേശം ഒരു 1000 രൂപയ്ക്ക് നമുക്കൊരു ഡൊമൈൻ വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ നല്ല അത്യാവശ്യം ഒരു ഡൊമൈൻ വാങ്ങിക്കാം. നിങ്ങളൊരു വെബ്സൈറ്റ് ഡിസൈനറെ കൊണ്ട് ഡിസൈൻ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ ഇ-കൊമേഴ്സിൻ്റേതായൊരു ടെംപ്ലേറ്റിൽ നിങ്ങൾക്ക് വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അറിയാവുന്നവരാണെങ്കിൽ അതിൻ്റെ ചിലവ് വരുന്നില്ല. നമുക്കൊരു ഡൊമൈൻ വാങ്ങിക്കേണ്ട ചിലവ് മാത്രമേ വരുന്നുള്ളൂ. പിന്നെ നമുക്ക് വേണ്ടത്, ഞാൻ പറഞ്ഞു, ഒരു കമ്പ്യൂട്ടർ എന്തായാലും ആവശ്യമാണ്. നമുക്ക് ഇതിലൂടെയാണ് നമ്മളെല്ലാം ചെയ്യുന്നത്. നമ്മുടെ ഓഫീസ് പോലെ നമുക്ക് കാണേണ്ടത് നമ്മുടെ ഡാഷ്ബോർഡ് നമ്മുടെ കമ്പ്യൂട്ടർ ആയിരിക്കും. പിന്നെ നമുക്ക് വേണ്ടത്, ഞാൻ പറഞ്ഞു, കുറച്ച് പ്രൊമോഷന് വേണ്ടി നമുക്ക് കുറച്ച് പണം ആവശ്യമാണ്. അതിപ്പോൾ നമ്മുടെ ആർട്സിൽ നമ്മൾ സെറ്റ് ചെയ്യുന്ന പൈസ എത്രയാണോ
നമ്മൾ ഉദ്ദേശിക്കുന്ന പൈസ എത്രയാണോ അത് കൊടുത്താൽ മതി. അത് വെച്ച് നമുക്ക് പ്രൊമോഷൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ പ്രൊമോഷൻ ചെയ്യുമ്പോൾ ഈ നമുക്ക് ആഡ്സിൻ്റെ ടെംപ്ലേറ്റ്സൊക്കെ നമുക്ക് ഉണ്ടാക്കി തന്നെ കൊടുക്കാം. അപ്പോൾ ആ ടെംപ്ലേറ്റ്സ് നമ്മുടെ മൊബൈൽ യൂസേഴ്സിൻ്റെയും അല്ലെങ്കിൽ വെബ്സൈറ്റൊക്കെ ഉപയോഗിക്കുന്നവരുടെയൊക്കെ വെബ്സൈറ്റിലേക്ക് പോകും. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കായിരിക്കും ഈ ആഡ് പോകുന്നത്. അപ്പോൾ ആ ആഡ് കണ്ടന്റ് നമ്മുടെ വെബ്സൈറ്റിലേക്ക് ആൾ വരും. അപ്പോൾ ആ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അവർ വാങ്ങിക്കും. അപ്പോൾ അങ്ങനെയാണ് സംഭവം വർക്ക് ചെയ്യുന്നത്. പിന്നെ നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറെ രീതിയും കൂടെ ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റും. അതിനാണ് മോണിറ്റൈസേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മുടെ വെബ്സൈറ്റിലേക്ക് ട്രാഫിക് വരുന്നത് മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെ വരും. ട്രാഫിക് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല, പല രാജ്യങ്ങളിൽ നിന്നും ട്രാഫിക് വരും. അപ്പം നമ്മുടെ വെബ്സൈറ്റ് നമ്മൾ ഗൂഗിൾ ആഡ്സെൻസ് വെച്ച് മോണിറ്റൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെയും കൂടി ബെനിഫിറ്റ് കിട്ടും. കാരണം നമ്മൾ വേറെ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ട്രാഫിക്കിന് എമൗണ്ട് കൂടുതൽ കിട്ടും, ഏണിങ്സ് കൂടുതൽ കിട്ടും നമുക്ക്. അപ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് ഏണിങ്സ് ഉണ്ടാക്കാം. ഒന്ന് ഡ്രോപ്പ് ഷിപ്പിംഗ് ഉപയോഗിച്ച് ഉണ്ടാക്കാം, രണ്ട് മോണിറ്റൈസേഷൻ ഉപയോഗിച്ച് ഉണ്ടാക്കാം. അപ്പോൾ ഈ രണ്ട് രീതിയിലും ഈക്വലായിട്ട് നമുക്ക് നല്ല രീതിയിൽ ഏണിങ്സ് ഉണ്ടാക്കാം. അപ്പോൾ ഈ ഡ്രോപ്പ് ഷിപ്പിംഗ് എന്ന് പറയുന്നത് ഒരുപാട് ആളുകൾ ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ നമുക്കും ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്ത് പണം ഉണ്ടാക്കാവുന്നതാണ്. നിങ്ങൾക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഈ ഡ്രോപ്പ് ഷിപ്പിംഗ് ഉപയോഗിച്ച് കൂടുതലായിട്ട് പ്രൊഫഷണലായിട്ട് ഡ്രോപ്പ് ഷിപ്പിംഗ് എങ്ങനെ ചെയ്യണം എന്നൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ കാണുക. അപ്പോൾ ഈ അലി എക്സ്പ്രസ്, ആലിബാബ പോലുള്ള സൈറ്റുകളിൽ നിന്നൊക്കെ നമുക്ക് മുതൽ മുടക്കില്ലാണ്ട് തന്നെ ചെയ്യാവുന്നതാണ്. നമുക്ക് സാധനങ്ങളൊന്നും വാങ്ങിക്കാണ്ട് തന്നെ നമുക്ക് ഓൺലൈൻ ബിസിനസ് ചെയ്യാവുന്നതാണ്. കാരണം ഇപ്പോൾ ഇ-കൊമേഴ്സ് മേഖല വളരെ വളർന്നുകൊണ്ടിരിക്കുന്ന ടൈമാണ്. ഇപ്പോൾ നമ്മുടെ ജിയോ വരെ ഓൺലൈൻ ബിസിനസ്സിലേക്ക് ചുവടുവച്ചിരിക്കുകയാണ്. അപ്പം അതുപോലെ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് ഈ ഓൺലൈൻ ഷോപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഓൺലൈൻ ഷോപ്പിങ്ങിൽ പല മെത്തേഡുകളിലൂടെ, ഈ ഡ്രോപ്പ് ഷിപ്പിംഗ് പോലെയുള്ള പല മെത്തേഡുകളിലൂടെ ആളുകൾ പണം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു നല്ല മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രോപ്പ് ഷിപ്പിംഗ് ആണ്. അപ്പോൾ ഈ ഡ്രോപ്പ് ഷിപ്പിങ്ങിനെ പറ്റി നിങ്ങൾക്കൊരു അവയർനെസ് തരാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ വീഡിയോ ചെയ്തത്. ഒരുപാട് പേര് ആവശ്യപ്പെട്ടായിരുന്നു ഡ്രോപ്പ് ഷിപ്പിങ്ങിനെ പറ്റി ഒരു വീഡിയോ ചെയ്യണമെന്ന്. അപ്പോൾ സിമ്പിളായിട്ട് എനിക്ക് അറിയാവുന്ന രീതിയിൽ ഞാൻ ഏകദേശമൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യണം, എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇതുപോലെ കൂടുതൽ വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും നമുക്ക് ബൈ.